ബാർസലോണക്ക് ഒരു CF-ന് അത്രയും ആവശ്യമുള്ള സമയത്താണ് ഫെറാൻ ടോറസ് ബാർസ വിട്ടു പോയത്. ബാർസലോണ എന്നത് അത്രയും വലിയൊരു ക്ലബ്ബാണ്, ലെജൻഡറി ക്ലബ്ബാണ്. ആ ക്ലബിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. ഫെറാൻ ടോറസ് അത് റിയലൈസ് ചെയ്തില്ല. ലെവൻഡോസ്കി ബാർസലോണ തകർന്നു നിൽക്കുമ്പോൾ ബാർസയിലേക്ക് വന്ന വ്യക്തിയാണ്. ജാവോ കാൻസെലോ തന്റെ കോൺട്രാക്ട് പോലും ടെർമിനേറ്റ് ചെയ്തിട്ട് ബാർസയിലേക്ക് വന്നതാണ്. റോഡ്രി സാക്ഷാൽ റിയൽ മാഡ്രിഡിന്റെ ഓഫർ വരെ വേണ്ടെന്ന് വെച്ചിട്ട് ബാർസയിലേക്ക് വന്നത്. അങ്ങനെ ഒരുപാട് താരങ്ങൾ ബാർസയിലേക്ക് വന്നതും ബാർസയിൽ നിലനിൽക്കുന്നതും അവർ ഏറ്റവും പ്രയോറിറ്റി ബാർസക്ക് കൊടുത്തുകൊണ്ടാണ്. അതായത് അവർ ആ ക്ലബിന്റെ മഹത്വം റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഫെറാൻ അത് ചെയ്തില്ല. ഫെറാൻ PSG പോയി. സോ ഫെറാൻ ബാർസയെ അറിയിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ബാർസ ഫെറാനെ അറിയിക്കുന്നില്ല എന്നല്ല, ഫെറാൻ ബാർസയെ അറിയിക്കുന്നില്ല. അതാണ് ഈ ഒരു മൂവിൽ എനിക്ക് തോന്നിയത്. പക്ഷെ ഫെറാൻ കൂടെ നിൽക്കണമായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ അത് പോയി ഫെറാൻ റിയലൈസ് ചെയ്തില്ല. അതുകൊണ്ടായിരിക്കണം ഫെറാൻ പോയതിൽ ബാർസ ഫാൻസിന് ഭയങ്കര സന്തോഷവും. അങ്ങനെയുള്ള ഒരു പ്ലെയർ ബാർസയിൽ വേണ്ട.